റീസെൻ്റായിട്ട് എനിക്ക് വന്നൊരു ആഗ്രഹം ഞാൻ സാധിക്കാൻ പോവാണ്. പക്ഷേ ഞാൻ ഈ വോയിസ് ചെയ്യണ സമയത്ത് ഈ സാധിച്ച ആഗ്രഹം എൻ്റെ കയ്യിലില്ല ഗൈസ്. വേറൊന്നുമല്ല, ഞാൻ മൂക്കുകുത്താൻ പോവാണ്. വീട്ടിൽ അമ്മയും മോളും മൂക്കുത്തി ആ കാലം തൊട്ടേ എന്നോട് പറയുന്നതാണ്, നീ മൂക്കുത്ത് നല്ലതായിരിക്കും. എന്നാൽ ഞാൻ അവരോട് പറയുന്നത്, ഞാൻ മൂക്കുത്തിയാൽ നല്ല പാണ്ടിച്ചകളെ പോലെ ഇരിക്കും, നിങ്ങൾ ഓൾറെഡി പാണ്ടിച്ചയെ പോലെ ഇരിക്കുക, അപ്പോൾ പിന്നെ എന്നെയും കൂടെ മൂക്കുത്തി പാണ്ടി ലുക്കിലോട്ടാക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാനാണ് ഗൈസ് ഇപ്പം മൂക്ക് കുത്താൻ പോകുന്നത്. പക്ഷേ മൂക്ക് കുത്താനായിട്ട് ജ്വല്ലറിയുടെ ഫ്രണ്ടിൽ നിന്നപ്പോഴും വേണോ വേണ്ടിയോ എന്നുള്ളൊരു ലാസ്റ്റ് അമ്മ പിടിച്ചു വലിച്ച് ജ്വല്ലറി കിട്ടി മൂക്കുത്താനുള്ള എല്ലാം ചെയ്ത് മൂക്കുത്തിയൊക്കെ പോയി എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഏറ്റവും ചെറുതാണ് നോക്കിയത്. പക്ഷേ ഏറ്റവും ചെറുത് നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ ഒരു മൂക്കുത്തിയൊക്കെ എടുത്തിട്ട് അവർ മൂക്കിലിങ്ങനെ മാർക്ക് ചെയ്ത് തന്നു. എന്നിട്ട് പറഞ്ഞ് കറക്റ്റാണോ എന്ന് നോക്കുന്നൊക്കെ ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കിതുമായിട്ട് ഒരു ബന്ധമില്ല, ഒരു ഐഡിയ ഇല്ലാത്ത ആളാണ് ഞാൻ. സോ ഞാൻ പറഞ്ഞു, എനിക്കിതുമായിട്ട് ഒരു ഐഡിയ ഇല്ല, എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല, അതുകൊണ്ട് ഇതിലങ്ങ് കുത്തി. എൻ്റെ മൈൻഡിൽ മൊത്തം ഞാനിത് കുത്തിയാൽ നല്ലതായിരിക്കുമോ ഇല്ലയോ എന്നുള്ള ഫുൾ ഒരു കൺഫ്യൂഷൻ മാത്രമായിരുന്നു എനിക്ക്. കാരണം എനിക്ക് വേണം വേണ്ട രണ്ടും മനസ്സിൽ നിൽക്കുകയാണ്. കാരണം ഇത് കുത്തി ഒരാഴ്ചയോളം നമ്മൾ അവിടെ നിന്ന് കുത്തി തരുന്ന മൂക്കുത്തി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടേ നമ്മൾ മേടിച്ച മൂക്കുത്തി ഇടാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എനിക്ക് മൂക്കുത്തി ഇടണമെന്ന് പറയാൻ കാരണം, ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും റിങ്ങാണ്, മൂക്കിലിങ്ങനെ നോസ് റിങ് ഇട്ട് കുറേ ഗേൾസിനെ കാണാം. അപ്പം ഞാനും ജസ്റ്റ് ഒന്ന് ട്രയലിന് വേണ്ടി ഇട്ട് നോക്കിയപ്പോഴത്തേക്കും കൊള്ളാമെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞ ഒരിതിലാണ് ഞാനും ഇടാമെന്ന് കരുതിയത്. എന്നാ ഗൈസ്, ഇതൊന്നുമല്ല ശരിക്കും നടന്നത്. മൂക്ക് കുത്താൻ വരുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, മുകളിലോട്ട് ശ്വാസം വലിക്കല്ലേ, ഫ്രീ ആയിട്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് ഒരു ഇറ്റ് വേദന പോലും സഹിക്കാൻ പറ്റാത്ത ഞാനിങ്ങനെ യേശുവെന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വേദനയൊന്നും എടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും വേദന സഹിക്കാൻ പറ്റത്തില്ല. എന്നിട്ടും ആ ചേട്ടൻ കുറച്ച് നേരം റിലാക്സ് ആയിക്കുമെന്ന് പറഞ്ഞ് കുറച്ച് ടൈമൊക്കെ തന്നു. എന്നിട്ടാണ് ഗൈസ് ഞാൻ മൂക്ക് കുത്തിയത്. അപ്പോൾ അയ്യോ, പെട്ടെന്ന് കഴിഞ്ഞു സംഭവം, എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷേ ഒരു പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഒരാഴ്ചത്തേക്ക് ഈ സാധനം തന്നെ ഇട്ടിരിക്കാൻ പറഞ്ഞു. പക്ഷേ അഹങ്കാരി ഞാൻ അതിട്ടില്ല. രണ്ടിൻ്റെ അന്നാണ് ഞാൻ ഊരിയിട്ട് ഞാൻ എൻ്റെ സ്വർണ്ണ മൂക്കുത്തി എടുത്ത് ഇട്ടായിരുന്നു. എന്നിട്ട് അത് ഊരിക്കളഞ്ഞ് റിങ്ങും എടുത്തിട്ട് ഗൈസ് ഇപ്പം ഞാൻ റിങ്ങും ഇല്ല, സ്വർണവും ഇല്ല, അവിടുന്ന് കുത്തിത്തന്നതും ഇല്ലാത്ത ഒരവസ്ഥയിലിരിക്കുകയാണ്. കാരണം സംഭവം അത്യാവശ്യം പഴുത്തു. അപ്പോൾ എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ ഊരിക്കളഞ്ഞതാണ്. എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിപ്പോയി മൂക്കുത്തിയ സ്ഥിതിക്ക്, ഈ വീഡിയോ എടുത്ത സ്ഥിതിക്ക് ഇതിവിടെ കിടക്കട്ടെ എന്ന് കരുതി.